ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പഴം വെച്ചാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് അരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞ് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏലക്ക ഫുള്ളായിട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ്. ഇത് ഒരു ഇളം ചൂടോടെ വേണം ഒഴിക്കാൻ. ഞാനത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. അതിനുശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ചക്കപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചക്കപ്പഴമൊക്കെ ആഡ് ചെയ്തു. ഒത്തിരി ആവില്ല, അധികമായ ഭയങ്കരമായിട്ട് ചക്കപ്പഴത്തിന് ടേസ്റ്റാവും. നമുക്ക് ആവശ്യത്തിനുള്ള ചക്കപ്പഴം ഒരു 5-6 ചക്കപ്പഴം വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ അരച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടുന്നത്. ഇത് കൂടുതലൊരിക്കലും നമ്മുടെ ബാറ്റർ തിക്കാവാനോ ലൂസാവാനോ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കത് കിട്ടണം. അതിനുശേഷം നമുക്കിതിനെ ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോഴത്തേനും നമ്മുടെ ഈ മാവിനൊരു ഇച്ചിരി കൂടെ കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേനും ഇത് ഈ ഒരു പരുവായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ശകലം നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോളം വരെ നമ്മൾ അടുപ്പിലിട്ട് വഴറ്റിയെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഞാനിപ്പം ഒരു ചെറിയ ടേബിൾ സ്പൂണ് എള്ള് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പേ വെക്കാം. ഉണ്ണിയപ്പച്ചട്ടി അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ശകലിച്ച് ഒരു 3/4 ഭാഗം വീതം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. ഫുള്ളായിട്ട് നമ്മളത് ഉണ്ണിയപ്പച്ചട്ടി ഫില്ല് ചെയ്യേണ്ട. അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് പയ്യെ നമ്മുടെ ഉണ്ണിയപ്പത്തിനെ നമുക്ക് മറ്റൊരു അടുത്ത പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത സെറ്റ് ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ചക്കപ്പഴമൊക്കെ അത്യാവശ്യമുള്ള ഒരു സീസണാണ്. എല്ലാവരുടെയും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരേക്കും ബൈ.